ജ്ഞാനപരമായ ഒരു സമീകരണത്തിന് വേണ്ടിയാണ് ശ്രീ ശങ്കരാചാര്യരുടെ ദിഗ്വിജയം, ശാങ്കര ദിഗ്വിജയം എന്ന പേരിൽ അറിയപ്പെടുന്ന ദിഗ്വിജയം ജ്ഞാനപരമായ സമീകരണത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ രാജാക്കന്മാരുടെ സൈനികം എന്ന് പറയാവുന്ന, കാരണം സൈന്യത്തെ കൂടെ വെറുതെ കൊണ്ടുനടക്കുന്നതേ ഉള്ളൂ, സൈനികം എന്ന് പറയാവുന്ന ദിഗ്വിജയത്തിനോട് താരതമ്യപ്പെടുത്തി അതും പറയുന്നു എന്നുള്ള രണ്ടിൻ്റെയും ഫലം രണ്ടാണ്. ഒന്ന് താൽക്കാലികമാണ്, രാജാവിൻ്റെ, അതുകൊണ്ടാണല്ലോ ഇത് കൂടെ വേണ്ടി വരുന്നത്. ഇപ്പോൾ ശങ്കരൻ്റെ ദിഗ്വിജയത്തെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ദിഗ്വിജയമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ഭാരതത്തിൽ. മറ്റ് രാജ്യങ്ങളിലൊന്നും അങ്ങനെ ഒരു താർക്കികമായ വിജ്ഞാനം വിതരണം ചെയ്തുകൊണ്ടുള്ള താർക്കികമായ പര്യടനങ്ങൾ തന്നെ മറ്റ് രാജ്യങ്ങളിലെങ്ങും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സോക്രട്ടീസ് അങ്ങനെ സഞ്ചരിച്ചിട്ടില്ല, ഗ്രീസിലെ 7 നഗരരാഷ്ട്രങ്ങളിൽ പോലും സഞ്ചരിച്ചിട്ടില്ല. അദ്ദേഹം ഇത് ഏഥൻസിൽ തന്നെ പൂർണ്ണമായി സഞ്ചരിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. അപ്പോൾ അങ്ങനെ ഒരു ജ്ഞാനപരമായ ദിഗ്വിജയം, ഒരു എപ്പിസ്റ്റമോളജി, ജ്ഞാനശാസ്ത്രം, വെറുതെ ജ്ഞാനമല്ല, ഒരു ജ്ഞാനശാസ്ത്രം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ പ്രചാരണ പരിപാടിയും ധനസമ്പാദനത്തിന് മേൽക്കോയ്മ അംഗീകരിപ്പിക്കാൻ, യുദ്ധം നടന്നില്ലെങ്കിലും ഇവിടെ മേൽക്കോയ്മ അംഗീകരിക്കുക എന്നുള്ളതുണ്ട്. അംഗീകരിക്കാനും നടക്കുന്ന ദിഗ്വിജയത്തിന് താൽക്കാലികമായ വിജയമേ ഉള്ളൂ, അതിൻ്റെ നിലനിൽപ്പും താൽക്കാലികമാണ്. ഇതങ്ങനെയല്ല, ഇത് ഇന്നും നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അദ്വൈത ദർശനം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള, അപ്പം അന്ന് അദ്വൈത ദർശനത്തിനെതിരായിട്ട് വാദിക്കുന്നവരെയെല്ലാം തൻ്റെ വാദപരമായ സൈനിക ശക്തി കൊണ്ട് അദ്ദേഹം ഛേദിച്ച് വീഴ്ത്തുകയുണ്ടായി. നമുക്കതിനകത്ത് നിന്ന് ഇങ്ങനെ ഉപമാനങ്ങൾ എടുക്കാൻ പറ്റും, മറ്റേ രാജാവിൻ്റെ രാഷ്ട്രീയ ദിഗ്വിജയത്തിൽ നിന്ന്. അപ്പോൾ ജ്ഞാനപരമായ ഒരു ദിഗ്വിജയം എപ്പോഴും ഒരു രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തെ ഉന്നതിയിലേക്ക് നയിക്കും. ശരിക്കുള്ള ഇപ്പോൾ പാണ്ഡുവിൻ്റെ ദിഗ്വിജയത്തിന് അങ്ങനൊരു സ്വഭാവമില്ലെങ്കിലും അത്തരം ദിഗ്വിജയങ്ങൾ, രാഷ്ട്രീയമായ ദിഗ്വിജയങ്ങൾ സംസ്കാരത്തെ അധപ്പതിപ്പിക്കുകയേ ഉള്ളൂ. ഇപ്പോൾ അമേരിക്കയുടെ വിജയം സംസ്കാരത്തിൻ്റെ അധപ്പതനമായിട്ട് വേണം നാം കാണാൻ. അമേരിക്ക വിജയിച്ചു എന്നുള്ളത് നമ്മുടെ താൽക്കാലികമായ ഒരു അനുഭവം മാത്രമാണ്. ആത്യന്തികമായ വിജയം അതിനുണ്ടാകും എന്ന് പ്രവചിക്കാനുള്ള യാതൊരു സാധ്യതകളും, രാഷ്ട്രീയമായ സാധ്യതകളും കാണുന്നില്ല. അപ്പോൾ എപ്പോഴും രാഷ്ട്രീയമായ ദിഗ്വിജയം പോലെയല്ല ജ്ഞാനപരമായ അദ്വൈത ദർശനത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള, അത് ഏറ്റവും ഉന്നതമായ ഒരു ദർശനമാണെന്ന് ബോധ്യപ്പെടുത്തുമാറുള്ള പര്യടനം. ഈ രാഷ്ട്രീയ ഇത്തരം ദിഗ്വിജയങ്ങളിൽ ഒരു തരത്തിലൊരു ദേശീയോദ്ഗ്രഥനത്തിന്റെ ഒരു ചിന്ത കൂടിയില്ലേ? ഒരു അഖണ്ഡ രാഷ്ട്രബോധം എന്നുള്ളൊരു ബോധം ഉണ്ടാക്കി തീർക്കുക. ഇപ്പൊ 4 ഭാഗങ്ങളിൽ 4 മഠങ്ങൾ ശങ്കരാചാര്യ സ്ഥാപിച്ചതിലൂടെ, അല്ലെങ്കിൽ കേരളത്തിലെ പൂജാരിയെ കേരളത്തിലെ മലയാളി ബ്രാഹ്മണൻ ബദ്രിനാഥിൽ പൂജ ചെയ്യാൻ നിയോഗിച്ചതിലൂടെ, അപ്പോൾ ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ, ഈ ചെറിയ ചെറിയ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വിനിമയത്തിനും ഭാരതം മുഴുവനും അഖണ്ഡമാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവുന്നതിനും ഈ ഒരു ദിഗ്വിജയം, ഒരു രാഷ്ട്രീയ താല്പര്യം, വിശാലമായ അർത്ഥത്തിൽ ആ ഒരു രാഷ്ട്രീയ താല്പര്യവും ഈ പറയുന്ന സാംസ്കാരിക ദിഗ്വിജയത്തിൻ്റെ പിന്നിലുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. അപ്പം ദിഗ്വിജയത്തിന് ശേഷം പാണ്ഡു ഇനി സ്വസ്ഥമായിരുന്ന് അദ്ദേഹത്തിന് രാജ്യം ഭരിച്ചാൽ മതി എന്ന പ്രകരണം, എന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം ധൃതരാഷ്ട്രയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാൻ രാഷ്ട്രം ജ്യേഷ്ഠനെ ഏൽപ്പിക്കുകയാണ്, അതിൻ്റെ ഭരണ ചുമതലയും ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് കാട്ടിൽ പോയിട്ട് കാടുകളും കാട്ടാറുകളും കാട്ടിലെ പ്രകൃതി ഭംഗികളുമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കണമെന്നുണ്ട്. അങ്ങനെ ഒരു പ്രകൃതി ആസ്വാദനത്തിനുള്ള അനുവാദം എനിക്ക് കിട്ടണം. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് സന്തോഷമാണ്. എപ്പോഴും മനസ്സിൽ ഞാനാണല്ലോ മൂത്ത പുത്രൻ എന്നുള്ള ഒരു സങ്കടത്തോടു കൂടിയും, എന്നിട്ടും എനിക്ക് രാജ്യം ഭരിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നൈരാശ്യത്തോടു കൂടിയും അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോൾ പാണ്ഡുവിൻ്റെ സമീപനമാണ് അദ്ദേഹത്തിന് ആഹ്ലാദം ഉണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാ കാര്യത്തിനും അദ്ദേഹം ചെന്ന് ജ്യേഷ്ഠനോട് ആലോചിക്കും. യഥാർത്ഥത്തിൽ ഹസ്തിനപുരിയിൽ ഇദ്ദേഹത്തിന് താമസിക്കാൻ പോലും അവകാശമില്ല. ഏതെങ്കിലും ചെറിയ ഒരു കൊട്ടാരത്തിലേക്ക് ഇദ്ദേഹം മാറി താമസിക്കുകയാണ് വേണ്ടത്. അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അത് സ്വയം ചെയ്യേണ്ട കാര്യമാണ്, ആരും പറഞ്ഞു ചെയ്യിക്കേണ്ട കാര്യമില്ല.
അതുകൊണ്ടാണ് വ്യാസൻ അദ്ദേഹത്തിനിട്ടിരിക്കുന്ന പേരിൽ വലിയ ചില ആശയങ്ങൾ നിഗൂഢനം ചെയ്ത് വെച്ചിട്ടുണ്ട്, വലിയ ആശയങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്. ധൃതരാഷ്ട്രൻ ആണ്, സദാ രാജ്യത്തെ ധരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ഈ രാഷ്ട്രവിചാരമല്ലാതെ, ഈ രാഷ്ട്രം എൻ്റേതാണല്ലോ എന്നുള്ള വിചാരമല്ലാതെ അദ്ദേഹത്തിന് മറ്റ് വിചാരമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ രാഷ്ട്രീയ പ്രവണമായ, അധികാര ആസക്തമായ ഒരു മനോഭാവമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേരിട്ട് കൊടുത്തത്. അദ്ദേഹത്തെ അപഹസിക്കാൻ, അതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ അഭിശംസിക്കാൻ അതിനേക്കാൾ ഉത്തമമായ ഒരു പേരില്ല. ധൃതരാഷ്ട്രൻ. ആരാണോ രാഷ്ട്രത്തെ എപ്പോഴും ധരിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾ ധൃതരാഷ്ട്രൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഒരിക്കലും രാഷ്ട്രത്തെയോട്ട് അദ്ദേഹം ധരിച്ചിട്ടുമില്ല. ധരിക്കുക എന്നതിനും ഭരിക്കുക എന്നർത്ഥമുണ്ട്. ജീവസന്ധാരണം, നിലനിർത്തുക എന്നർത്ഥം. അപ്പോൾ രാജ്യത്തെ നിലനിർത്താൻ, ഭരിക്കാൻ, രാജ്യത്തെ സ്വന്തമാക്കാനും, അതിൻ്റെ എന്തിനാണ് രാജ്യത്തെ സ്വന്തമാക്കുന്നത്? രാജ്യത്തിൻ്റെ ഭൗതികമായ സമൃദ്ധികളുണ്ട്. രാജ്യം ഭരിക്കുന്ന രാജാവിനാണല്ല രാജകുടുംബത്തിലെ ആളുകളെയല്ല ജനങ്ങൾ പൂജിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ പൂജ ഏറ്റുവാങ്ങാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ആളാണ് ധൃതരാഷ്ട്രൻ. പക്ഷെ അദ്ദേഹത്തിനത് ഒരിക്കലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് താൻ തന്നെ, ഇപ്പോൾ ധൃതരാഷ്ട്രനും പാണ്ഡുവും കൂടി പുറത്തേക്ക് എഴുന്നള്ളുകയാണെങ്കിൽ ആരെയായിരിക്കും ജനങ്ങൾ കൂടുതൽ വണങ്ങുക? വണങ്ങുന്നത് പാണ്ഡുവിനെ ആയിരിക്കും. കാരണം രാജാവ് അദ്ദേഹമാണ് അവരെ പരിപാലിക്കുന്നത്. അദ്ദേഹത്തെ കൊണ്ടാണ് കാര്യങ്ങൾ കാണാനുള്ളത്. അദ്ദേഹത്തെ അടുത്താണ് സങ്കടങ്ങളുമായിട്ട് ചെല്ലേണ്ടത്. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും നോക്കി ചെറിയൊരു സല്യൂട്ട് ചെയ്യും എന്നുള്ളതല്ലാതെ ഇദ്ദേഹത്തിന് സ്ഥാനമൊന്നുമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ജ്യേഷ്ഠന് ഒരു തരത്തിലുള്ള മനസ്താപവും ഉണ്ടാകരുതെന്ന് മനസ്സിലാക്കിയാണ് ഓരോ കാര്യം ചെയ്യുമ്പോഴും ചെന്ന് അനുവാദം ചോദിക്കും. ഇദ്ദേഹം എല്ലാ കാര്യത്തിനും അനുവാദം കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ അനുവാദം കൊടുക്കാത്തത് കൊണ്ട് ഒരു മുഷിച്ചിൽ വേണ്ട എന്ന വിധത്തിൽ എല്ലാ കാര്യത്തിനും അദ്ദേഹം അനുവാദം കൊടുത്തിരിക്കുകയാണ് പാണ്ഡുവിന്. അപ്പോഴും ചെന്ന് ചോദിക്കും, ആശീർവാദം വാങ്ങും, നമസ്കരിക്കും. ഇങ്ങനെ അദ്ദേഹത്തെ എപ്പോഴും പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അന്ധനാണെന്ന് പറയുമ്പോൾ വ്യാസൻ വേറെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത വെളിപ്പെടുത്തുന്നുണ്ട്. പ്രജ്ഞാചക്ഷുസ് എന്നാണ് ആ വാക്ക്. ഈ പാണ്ഡു കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കാണുന്നുണ്ട് കാഴ്ചയില്ലാത്ത ധൃതരാഷ്ട്രൻ. എന്താണ് ആ കാഴ്ച? ബുദ്ധി കൊണ്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ബുദ്ധിയിൽ കണ്ണുള്ളവനാണ്, അതാണ് പ്രജ്ഞാചക്ഷസ്. ഒരു വേദാന്തിയുടെ പേരുണ്ട്, അക്ഷപാദൻ എന്നാണ്. കേട്ടില്ല അക്ഷപാദൻ? അക്ഷപാദൻ, പാദത്തിൽ കണ്ണുള്ളവനെന്നാണ്. എന്ത് ഗംഭീരമായ, എന്ത് കാവ്യാത്മകമായ, എന്ത് സിംബോളിക്കായ പേരാണെന്ന് ആലോചിച്ച് നോക്കുക. അക്ഷപാദൻ. ലോകത്തിലൊരിടത്തും അങ്ങനെ ഒരു വാക്ക് കോയിൻ ചെയ്തിട്ടുള്ളതായി, വാക്ക് കമ്മട്ടപ്പെടുത്തി എടുത്തിട്ടുള്ളതായി ഞാൻ വായിച്ചിട്ടില്ല. ഒരു ഫിലോസഫി ഗ്രന്ഥങ്ങളും കണ്ടിട്ടില്ല, ഹിസ്റ്ററിയിലും കണ്ടിട്ടില്ല, സാഹിത്യകൃതിയിലും കണ്ടിട്ടില്ല. അക്ഷപാദൻ, പാദത്തിൽ കണ്ണുകളുള്ളവൻ. എന്ത് സൂക്ഷ്മമായിട്ട്, എന്ത് ഗംഭീരമായ നിരീക്ഷണ ശക്തിയോടുകൂടി പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെ, പ്രപഞ്ചത്തിൻ്റെ അപ്രത്യക്ഷമായ പരോക്ഷമായ സത്യങ്ങളെ കണ്ടുപിടിക്കാനുള്ള കഴിവിനെ ഉദാഹരിക്കാൻ അതൊന്നും വർണ്ണിക്കാതെ രണ്ട് വാക്കുകളെ സ്ഥാനം തെറ്റിച്ചിട്ടതാണ്. മുഖത്തിരിക്കേണ്ട കണ്ണിനെ കാലിൽ കൊണ്ടുവച്ചു. അപ്പം അങ്ങനെ രണ്ട് അവയവങ്ങളുടെ സ്ഥാനം തെറ്റ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ള പ്രയോഗം കൊണ്ട് വലിയ ഒരു ആശയത്തിൻ്റെ മഹാസാമ്രാജ്യം ആ ചെറിയ രണ്ട് പദങ്ങൾ മാത്രമുള്ള സമസ്ത പദത്തിൽ അദ്ദേഹം നിഗൂഢനം ചെയ്തു, നിക്ഷേപിച്ചു. അക്ഷപാദൻ. അതുപോലെയുള്ള മറ്റൊരു പ്രയോഗമാണ് പ്രജ്ഞാചക്ഷുസ്, പ്രജ്ഞയിൽ കണ്ണുകളുള്ളവൻ. അപ്പോൾ ഈ യഥാർത്ഥമായ മാംസചക്ഷുസ്സുകൾ കൊണ്ട് അദ്ദേഹത്തിന് കാണാൻ നിവൃത്തിയില്ലെങ്കിലും ഓരോരുത്തരുടെയും പെരുമാറ്റത്തിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന രഹസ്യം എന്താണെന്ന് ചുഴിഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. ആർക്ക്? ധൃതരാഷ്ട്രയ്ക്ക്. അത്ര മഹാമേധാശാലി, അതിബുദ്ധിമാൻ, അത്യന്തം പ്രജ്ഞാശേഷി ഉള്ളവൻ, മതിമാൻ. ഇതെല്ലാം ധിയുടെ വിശേഷണങ്ങളാണ്. ഇപ്പോൾ ജ്യോതിഷം പഠിക്കാൻ തിരഞ്ഞെടുക്കേണ്ടവരെക്കുറിച്ച് പറയുമ്പോൾ ഒരാഹരൻ പറയും, ഭൂയോഭിപ്പട് ബുദ്ധിവിപ്പടുതിയാം. ബുദ്ധിശക്തിയുടെ അങ്ങോട്ട് സാന്ദ്രീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഭൂയോഭി പടുബുദ്ധി പിപ്പടുധിയാം. ധിയുടെ തന്നെ മറ്റൊരു വ്യാപാര വിശേഷമാണ് ബുദ്ധി. അപ്പോൾ അത്ര സാന്ദ്രമായ ബുദ്ധിയുള്ളവനാണ്. ഏതാണ്ട് ക്രാന്തദർശിത്വമുള്ളവൻ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ബുദ്ധിശക്തിയുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ വെറുതെ ഒരു ചലനം കൊണ്ട് ഒരാൾ നടന്നു പോയാൽ
കണ്ടില്ലെങ്കിലും പോയതാരാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ പാദപതനത്തിൻ്റെ പാദം വയ്ക്കുന്നതിൻ്റെ സൂക്ഷ്മതയിലുള്ള വ്യക്തിത്വം ഓരോരുത്തരും പദം വയ്ക്കുന്നത് ഒരുപോലെ ഇരിക്കും. ഇപ്പോൾ അഭിനയിക്കുമ്പോൾ നോക്കിയാൽ അറിയാം കൈയുടെ പ്രയോഗം. പലരും ഇങ്ങനെ വെറുതെ കൈ തൂക്കിയിട്ടിരിക്കുകയില്ല. വികാരത്തിനനുസരിച്ച് കൈ എങ്ങനെ താളാത്മകമായി ചലിപ്പിക്കണമെന്ന് പല നടന്മാർക്കും പറഞ്ഞുകൂടെ നടികൾക്കും അറിയാൻ പാടില്ല. കൈ വേറെ ആരുടേതോ വാടകയ്ക്ക് വാങ്ങിച്ച് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി സ്വന്തം തോളിൽ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ് എന്ന് തോന്നാത്ത വിധത്തിൽ കൈ ഇങ്ങനെ വെറുതെ കിടക്കും. എന്നിട്ട് മുഖം കൊണ്ടുള്ള ഗോഷ്ഠികളാണ്. മുട്ടനാട് പ്രകടിപ്പിക്കുന്നത് പോലെ ചുണ്ടുകളും ഒക്കെ എടുത്ത് പ്രകടിപ്പിച്ച് വലിയ ഗോഷ്ഠികളായിരിക്കും. വലിയ അഭിനയമാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. ഈ അഭിനയം നന്നാവണമെങ്കിൽ ആ അഭിനയത്തിലെ ഭാവപ്രകടനത്തിൻ്റെ താളത്തിനനുസരിച്ച് ആംഗികമായ ചലനങ്ങൾ വരണം. അപ്പോൾ ഒരുത്തൻ കാല് വയ്ക്കുന്നത് കേട്ടാൽ അത് ആരുടെ കാലാണ് വെച്ചതെന്ന് ധൃതരാഷ്ട്രർക്ക് മനസ്സിലാവും. ഒച്ചയും കേൾപ്പിക്കേണ്ട ഒന്നും വേണ്ട. ഇത്ര സൂക്ഷ്മബുദ്ധിയാണ്. ഇപ്പോൾ പാണ്ഡു വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കാട്ടിലേക്ക് പോവുകയാണെന്ന് കേട്ടില്ല. അദ്ദേഹത്തിന് പരമസന്തോഷമായി. ഈ സന്തോഷം നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന ആളാണ് അദ്ദേഹം. ഈ സന്തോഷം നിയന്ത്രിച്ച് നിർത്താനായില്ല. അത് മുഖത്തേക്കങ്ങ് പെട്ടെന്ന് വന്ന് ഉദിച്ചു വ്യാപിച്ചു പരന്നു. അപ്പോൾ അതെന്തിനാ കാട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിക്കണ്ടേ? അങ്ങനെയോ മറ്റേ ചോദിച്ചാൽ ഇവൻ പോയില്ലെങ്കിലോ? എങ്കിലും അദ്ദേഹം ചോദിച്ചു. ഇപ്പം എന്താ ഇപ്പോൾ കാട്ടിൽ പോയിട്ട് എന്താ കാര്യം? അല്ല, കാട്ടിൽ പോയി ചെറിയ തോതിലുള്ള മൃഗങ്ങൾക്കൊന്നും വലിയ പീഡ വരാത്ത തരത്തിലുള്ള നായാട്ട് നടത്തി മറ്റേ കുന്തിയെയും മാദ്രിയെയും കൂടി കൊണ്ടുപോകുന്നുണ്ട് ഞാൻ. അപ്പോൾ അവിടെ കുറച്ചു കാലമൊക്കെ താമസിച്ച് ഇനിയിപ്പോൾ നാട്ടിൽ പാത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എല്ലാം ഒരു പ്രത്യേക തരത്തിൽ താളാത്മകമായിട്ട് നമ്മുടെ ഭരണയന്ത്രം ചലിക്കുന്ന, അതുപോലെ പ്രജകളും സുഖമായിട്ട് വർത്തിക്കുന്ന, അതിൻ്റെയൊക്കെ നീണ്ട വർണ്ണനകളുണ്ട് മഹാഭാരതത്തിൽ. ഈ കാനന യാത്രയിൽ പാണ്ഡു ഒരു ഭരണാധിപനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ധർമ്മം ഈ രാജ്യം ഭംഗിയായി ഭരിക്കുക എന്നുള്ളതാണ്. ധൃതരാഷ്ട്രർ അയോഗ്യനായതുകൊണ്ടാണ് ആദ്യം അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. അപ്പോൾ ജന്മന ഈ അന്ധത്വമുള്ള അയോഗ്യനായ ധൃതരാഷ്ട്രരെ ഈ ഭരണത്തിന്റെ ഭാരം മുഴുവനും ഏൽപ്പിച്ചിട്ട് പത്നിമാരുടെ കൂടെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭരണാധിപൻ എന്നുള്ള ഉത്തരവാദിത്വം വിട്ടിട്ട് കാട്ടിലെ കാനന ഭംഗി ആസ്വദിക്കാൻ പാണ്ഡു പോയത് എത്രത്തോളം അവിടെ നീതീകരിക്കാൻ പറ്റും പാണ്ഡുവിന്റെ ഈ യാത്ര? ഇത് നമ്മുടെ ജനാധിപത്യ കാലത്തെ ഭരണാധികാരികളും ഇത് ചെയ്യാറുണ്ട്. സ്വന്തമായി ഒന്ന് വിശ്രമിക്കാനും, അങ്ങനെ വിശ്രമിച്ചതിന് ശേഷം ചിലപ്പോൾ വലിയ ഡോക്ടർമാർ അവരുടെ പ്രാക്ടീസ് മുടക്കിയിട്ട് പോയി വിശ്രമിക്കും. അത് ഒരു പ്രതിഭയ്ക്ക് ഊർജം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ബുദ്ധി ഉദ്ഭ്രാന്തമായി പോകും. ഈ ജോലി ചെയ്ത് മുഷിഞ്ഞു കഴിയുമ്പോൾ നല്ല ആലോചനകൾ വരാതെയാവും. കേസ് വാദിച്ച് വല്ലാതെ മുഷിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് കേസ് എടുക്കാനും അതിൽ നിന്ന് പോയിന്റുകൾ സമാഹരിച്ചെടുക്കാനും സാധിക്കാതെ വരും. ഇതൊഴിവാക്കാൻ ഒരാഴ്ച പോയി വിശ്രമിക്കും. ഇത് രാജാവിൻ്റെ കാര്യത്തിൽ ഇത് മാസങ്ങൾ നീളുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നത്. രണ്ട്, വിതുരരെയും ഭരണച്ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ധൃതരാഷ്ട്രരെ ഉള്ളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. പ്രധാനമന്ത്രിയായിട്ട് വിതുരരെ വെച്ചിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നാം ആലോചിക്കണം. അദ്ദേഹത്തെ പറഞ്ഞു വരുമ്പോൾ പറയുന്നത് എന്താണ്? ശൂദ്രനാണെന്നാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് വിതുരരെ വെച്ചിട്ട് ഭരണകാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കണം. പിന്നെ 8 മന്ത്രിമാരുണ്ട് അവിടെ. അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ അനവധിയായിരിക്കുമല്ലോ. അവരെയും ഭരണ ചുമതല ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഭരണം കൃത്യമായിട്ട് നടക്കും. വണ്ടി നല്ലപോലെ ഓടാൻ തുടങ്ങിയാൽ പിന്നെ ഡ്രൈവർ വെറുതെ ഇരുന്നാൽ മതി. സ്റ്റിയറിംഗിൽ പതുക്കെ ടച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. വളവുകളനുസരിച്ച് ടച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇവർക്ക് അങ്ങനെ സ്പർശിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഭരണം വേണ്ട അവിടെ. എന്തുകൊണ്ടാണ്? ധർമ്മത്തിൻ്റെ താളത്തിനനുസരിച്ച് ഭരണം നടക്കുകയാണ്. ജനങ്ങളും അതുപോലെ ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്രമിക്കാനുള്ള അവസരം. ഒന്ന്. പിന്നെ അതിവിപുലമായ ഒരു ചാരവലയമാണ് ഹസ്തിനപുരിയിലുള്ളത്. അപ്പോൾ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ അപ്പോൾ പാണ്ഡുവിന് കിട്ടിക്കൊണ്ടിരിക്കും. പ്രശ്നം വന്നാൽ ഇപ്പോൾ പാണ്ഡു എത്തി. അപ്പോൾ അതുകൊണ്ട് ആ വിശ്രമിക്കാൻ പോക്കിൽ ധർമാനുഷ്ഠാനത്തിൽ നിന്ന് ഒഴിവായി പോകുന്നു എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഈ കാനനവാസത്തിന് പോയ ധർമ്മപുത്രർ ഏതേതെല്ലാം സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, എന്തെന്തെല്ലാം ചെയ്യുന്നു, ഏത് കാട്ടിൽ നിന്നാണ് അവർ പ്രധാനമായി പഴങ്ങൾ പറിക്കുന്നത് എന്നുള്ള വിവരം പോലും ദുര്യോധനന് കിട്ടിക്കൊണ്ടിരുന്നു. നമ്മുടെ ഇന്നത്തതിനേക്കാളും പ്രവർത്തനക്ഷമമായ
ഒരു ചാര സംഘടനാ വലയമാണ് ആർക്കുണ്ടായിരുന്നത്? ഈ ഹസ്തനപുരിയിലെ രാജകുടുംബത്തിനുണ്ടായിരുന്നത്. കാരണം എന്താണ്? ഇത് ഭാരതത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും കൂടി രാജധാനിയാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പലവിധ, ഈ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് പോലെ പലതരം വേഷവിധാനങ്ങളിൽ ആളുകൾ തെണ്ടികളായും മറ്റു പലതരത്തിലും സന്യാസിമാരായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. ചാരനാണ്, യഥാർത്ഥ സന്യാസിയല്ല. പക്ഷേ അവർക്ക് സന്യാസിമാരുടെ എല്ലാ കർമ്മങ്ങളും അറിയണം. എന്നിട്ട് ഒരു അമ്പലങ്ങളിലൊക്കെ പോയിരുന്ന പ്രഭാഷണങ്ങൾ നടത്തും. അങ്ങനെ പ്രഭാഷകന്മാരായിട്ട്, സന്യാസിമാരായിട്ട്, മുനിമാരായിട്ട് ഒക്കെ, ധർമ്മപ്രബോധകന്മാരായിട്ടൊക്കെ അന്ന് ചാരന്മാർ സഞ്ചരിച്ചിരുന്നു. അപ്പോൾ അതിവിപുലമായ ഒരു ചാര സംഘടനയുള്ളതുകൊണ്ട് അതാത് ദിവസങ്ങളിൽ ഹസ്തനപുരിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള വിവരം ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് ധർമാനുഷ്ഠാനത്തിൽ നിന്നുള്ള ഒരു ഒഴിഞ്ഞു പോക്കായി നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ അതിലൊരു വേറെ ഒരു തരത്തിലുള്ള അധർമ്മമുണ്ട്. കാട്ടിൽ ചെന്നിട്ട് ഇദ്ദേഹം ഈ പ്രകൃതി ഭംഗികളൊന്നും അങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. ആസ്വദിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ചില ചെറിയ ചെറിയ ജീവികളെയൊക്കെ അമ്പ ചെയ്ത് കൊല്ലുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ചെയ്യാം, എപ്പോൾ ചെയ്യാം? നാട്ടിലേക്ക്, കാട്ടിൽ മൃഗങ്ങൾ വർദ്ധിച്ചിട്ട് അവ നാട്ടിൽ കയറി ജനങ്ങളെ ആക്രമിക്കത്തക്ക വിധത്തിൽ മൃഗങ്ങൾ കാട്ടിൽ പെരുകുമ്പോൾ കുറേ മൃഗങ്ങളെ കൊന്ന് അവയെ ഒതുക്കേണ്ട ആവശ്യം എന്തിന് ഉണ്ട്? രാജ്യത്തിലെ പ്രജാപരിപാലനം നടത്തുന്ന രാജാവിനുണ്ട്. വൈരം വിന രൗദ്രത എന്നുള്ള ധർമ്മലോപല്ലേ? അതെ. അപ്പോൾ അത് ചെയ്യേണ്ട ചുമതല രാജാവിനാണ് ഉള്ളത്. ആ സമയത്ത് നടത്തുന്ന നായാട്ട് എന്തായിരിക്കും? അത് ധാർമ്മികമായിരിക്കും, നൈതികമായിരിക്കും, അത് എല്ലാവരും അനുവർത്തിച്ചു പോരുന്നതാണ്. വ്യാസൻ പറയും, ഹിംസയില്ലാതെ, ചെറിയ ഒരു ഹിംസയെങ്കിലും ഇല്ലാതെ മനുഷ്യജീവിതം സാധ്യമല്ല. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്ന ഹിംസ എൻ്റെ ജീവിതത്തിന് വേണ്ടി ചെയ്യും. ഇപ്പം ഞാൻ ചീര പറിച്ച് കറി വെച്ച് കൂട്ടുന്നു, ചീരയുടെ ജീവൻ പോകുന്നു. അല്ലെങ്കിൽ അതുപോലെയുള്ള സസ്യവർഗത്തിലെ ചെടികൾ എൻ്റെ ആഹാരത്തിന് ഞാൻ ഉപയുക്തമാക്കുന്നു, അവയുടെ എല്ലാം ജീവൻ പോകുന്നു. ഇത് നിവൃത്തിയില്ല. ഇത് നമുക്ക് പരിമിതപ്പെടുത്തി നിർത്താമെന്നുള്ളതല്ലാതെ ഇതിനെ പരിപൂർണമായി നമുക്ക് ഉപേക്ഷിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അത്തരം ഹിംസ ചെയ്യുന്നതിനെ ഹിംസയുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല വ്യാസൻ. അത് അനുവദനീയമായ ഹിംസയാണ്. അത് ചെയ്യാതെ ജന്തുക്കൾക്ക് ജീവിതം സാധ്യമല്ല. അടിസ്ഥാനപരമായ ജീവി മനുഷ്യനല്ല. ജീവിവർഗത്തിൻ്റെ മകുടവും മനുഷ്യനല്ല. ജീവിവർഗത്തിലെ ഉന്നതവർഗവും മനുഷ്യനല്ല. മനുഷ്യന് ബുദ്ധിയുണ്ട് എന്നത് മാത്രമാണ്. ആ ബുദ്ധി കൊണ്ട് തന്നെയാണ് അവന് പരിഹരിക്കാൻ വയ്യാത്ത വിപത്തുകളിലേക്ക് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന ജീവിവർഗം സസ്യങ്ങളാണ്. കാരണം സസ്യങ്ങൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്നു. മൃഗങ്ങൾക്കും സസ്യങ്ങളെ ആശ്രയിക്കണം ജീവിക്കാൻ. അപ്പോൾ ആശ്രയിക്കാതെ, പരാശ്രയം കൂടാതെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയെ മാത്രം ആസ്പദമാക്കി ജീവിക്കുന്നത്, സ്വന്തമായി ആഹാരം ഉണ്ടാക്കുന്നത്, സ്വന്തമായി ആഹാരം പചിച്ചെടുക്കുന്ന ജീവിയാണ് അടിസ്ഥാന ജീവിവർഗം. പിന്നെ ദുർഗന്ധമില്ലാത്തതും ചെടികൾക്കാണ്. വളരെ അപൂർവം ചെടികൾക്കേ ദുർഗന്ധമുള്ളൂ. അതിനകത്ത് ചില ഔഷധ ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ആ ദുർഗന്ധം വരുന്നത്. വളരെ അപൂർവം ചെടികൾക്കാണ് ദുർഗന്ധം. ഈ ദുർഗന്ധമുള്ള അപൂർവം ചെടികളുടെ പോലും പൂക്കൾക്ക് ദുർഗന്ധമില്ല. ചില പൂക്കൾക്ക് ഗന്ധമില്ലെന്നേ ഉള്ളൂ. ഗന്ധമില്ലെന്നല്ല, അതിന് ഗന്ധമുണ്ട്. ആ ഗന്ധം വാസനിച്ചറിയാനുള്ള ഘ്രാണശേഷി നമ്മുടെ മൂക്കിനില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ലോകത്തെവിടെയെങ്കിലും സ്വാഭാവികമായി സുഗന്ധമുണ്ടാകുമെങ്കിൽ അത് എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ചെടികളിൽ നിന്നാണ്, സസ്യവർഗ്ഗങ്ങളിൽ നിന്നാണ്. മനുഷ്യരിൽ നിന്നുണ്ടാകുന്നത് സഹിക്കാൻ വയ്യാത്ത നാറ്റമാണ്. മൃഗങ്ങൾക്കുമുണ്ട് ഈ നാറ്റം. പിന്നെ അപൂർവം ചില ഈ കസ്തൂരി മാനിനൊക്കെ ഉള്ള മാനിൽ നിന്നുള്ള അതിൻ്റെ ഒരു വിസർജ്യ പദാർത്ഥത്തിന് സുഗന്ധമുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ദുർഗന്ധമില്ലാത്ത ജീവി യഥാർത്ഥത്തിൽ സസ്യങ്ങളാണ്. അതുകൊണ്ട് സസ്യമാണ് അടിസ്ഥാന ജീവിവർഗം എന്ന സങ്കല്പമാണ് വ്യാസനുള്ളത്. അപ്പോൾ ഹിംസ ഒരുത്തൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഹിംസയാവുകയില്ല. അതല്ലാതെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് തൻ്റെ പ്രമാണിത്വത്തിനും തൻ്റെ മേന്മയ്ക്കും തൻ്റെ മഹത്വത്തിനും സമ്പാദിച്ചു കൂട്ടേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയിട്ട് അതിനുവേണ്ടി നടത്തുന്ന
ഹിംസ വരുമ്പോഴാണ് അഹിംസയുടെ ലംഘനത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നത്. അപ്പോൾ നായാട്ടിൽ മൃഗങ്ങളെ കൊല്ലുന്നത് അനുവദിച്ചിട്ടുള്ളത് മൃഗങ്ങൾ കാട്ടിൽ പെരുകിയിട്ട് അവ നാട്ടിലേക്ക് കടന്ന് പ്രജകളെ ആക്രമിക്കുന്ന സമയത്ത് മാത്രമാണ്. പക്ഷേ പാണ്ഡു അതല്ല ചെയ്തത്. അത് കാട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതാണ് ചെറിയ ചെറിയ മൃഗങ്ങളെ കൊന്ന് അമ്പ ചെയ്ത് രസിച്ച് കളയാമെന്നത്. ഇത് എൻ്റെ അർത്ഥം ധർമാനുഷ്ഠാനം അതീവ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഏത് സമയത്തും ധർമാനുഷ്ഠാനത്തിൽ നിന്ന് മനുഷ്യൻ അധർമ്മത്തിലേക്ക് നിബന്ധിച്ചു പോകാം എന്നാണ്. അപ്പോൾ ഓരോ കഥാപാത്രത്തിലൂടെയും ഏതു തരത്തിലാണ് അവർക്ക് ധാർമ്മികമായ വ്യതിയാനം, ധാർമ്മികമായ നിപാതനം സംഭവിക്കുന്നതെന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഥാപാത്രങ്ങളിലൂടെ മനുഷ്യൻ്റെ മഹത്വത്തെ തിരഞ്ഞെടുത്ത് പ്രഖ്യാപിക്കാനാണ്. അപ്പോൾ അതിനേക്കാളും പാണ്ഡുവിൻ്റെ പുത്രൻ വരുമ്പോൾ ഇത്ര പോലും ഹിംസ ചെയ്യുന്നയാളല്ല ധർമ്മപുത്രൻ. ധർമ്മപുത്രൻ ഒരു ജീവിയെയും ഈ നായാട്ടിനുണ്ടി കൊല്ലില്ല. അപ്പോൾ ശന്തനുവിനേക്കാളും ഉയർന്ന മനുഷ്യത്വത്തിലാണ് ആര് നിൽക്കുന്നത്? പാണ്ഡു നിൽക്കുന്നത്. പാണ്ഡുവിനേക്കാളും ഉയർന്ന മനുഷ്യത്വത്തിലാണ് ആര് നിൽക്കുന്നത്? ധർമ്മപുത്രൻ നിൽക്കുന്നത്. അപ്പോൾ ഓരോ കഥാപാത്രത്തിലൂടെയും വാൽമീകിയും ഇത് ചെയ്തിട്ടുണ്ട്. ഈ കാനനത്തോട് വ്യാസനത്ര പ്രിയം വരാൻ എന്താ കാരണം? സന്യാസി ആയതുകൊണ്ട്, ഋഷി ആയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം ആശ്രമത്തിൽ ബദരി ആശ്രമത്തിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് മാത്രമല്ല. ആരണ്യകാന്ഡം എന്ന് പറഞ്ഞൊരു കാണ്ഡം അദ്ദേഹം പഠിച്ചിട്ടുണ്ട് രാമായണത്തിൽ. അപ്പോൾ ഈ ആരണ്യകാന്ഡം വായിച്ച് ഹൃദിസ്ഥമാക്കിയതിൻ്റെ വൈകാരികമായ ആസ്വാദനപരമായ ഒരു പ്രക്രിയയും കൂടിയാണിത്. അത് വായിച്ച് ആസ്വദിച്ചതിൻ്റെ സൗന്ദര്യാനുഭൂതിയുടെ ഭാവ വേപഥുവിൽ നിമഗ്നനായി കിടക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് ആവിഷ്കരിക്കണം. അതാണ് വനപർവ്വം. ഈ ആരണ്യകാന്ഡം തന്നെയാണ് വനപർവ്വം. വാക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. കാണ്ഡത്തിന് പർവ്വമെന്നും ആക്കി, ആരണ്യത്തിന് വനമെന്നും ആക്കി. അപ്പോൾ ആരണ്യകാന്ഡത്തെ വാൽമീകി രാമായണത്തിൻ്റെ രചനാഘടനയെ അതേപടി പിന്തുടർന്ന് ഒരു തരത്തിലുമുള്ള പ്രതിഭാപരമായ സങ്കോചവുമില്ലാതെ, ന്യൂനതയുമില്ലാതെ അത് ഞാൻ അനുകരിക്കുകയാണ് എന്ന് മറ്റുള്ളവർ ധരിച്ചോട്ടെ എന്ന നിലയിൽ തന്നെ, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ധരിക്കത്തക്ക വിധത്തിൽ ഉള്ള അനുകരണം എന്തിലുണ്ട്? ഈ വനപർവ്വത്തിൻ്റെ രചനാഘടനയിൽ അന്തർഭവിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല. ഇപ്പം നമ്മുടെ ആളുകൾക്ക് ഏതെങ്കിലും ഒരു കൃതിയിൽ നിന്ന് ഒരു വാക്യം എടുക്കാനോ അല്ലെങ്കിൽ ഒരു ആശയം എടുക്കാനോ ഒക്കെ വലിയ മടിയാണ്. അങ്ങനെ എടുത്താൽ തന്നെയും അത് സ്വന്തമാണെന്ന് വരുത്താൻ വേണ്ടി അതിനെ തുപ്പൽ പുരട്ടി അത് വൃത്തികേടാക്കുക കൂടി ചെയ്യും. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ചില നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതൊക്കെ പ്രശ്നമാണ്. ഈ പകർപ്പവകാശത്തിനെ പറ്റും നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് അന്ന് അതില്ല. എന്താണ്? ജ്ഞാനത്തിന് പകർപ്പവകാശമില്ല. ജ്ഞാനം ഭൂമിയിൽ എന്നും നിലനിൽക്കുന്നതാണ്. അത് കണ്ടെത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ജ്ഞാനം ആരും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് വേദങ്ങൾ അപൗരുഷേയങ്ങളാണ് എന്ന് പറയുന്നത്. ആരും ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്നില്ല. നിൽക്കുന്ന ജ്ഞാനം അന്തർഭവിച്ച് കിടക്കുന്ന പരോക്ഷമായ, നിഗൂഢമായ, അപ്രത്യക്ഷമായ, അദൃശ്യമായ ജ്ഞാനത്തെ കണ്ടെടുത്ത് വിളംബരം ചെയ്യുക എന്നുള്ള പ്രക്രിയ മാത്രമാണ് വൈജ്ഞാനികന്മാർ ചെയ്യുന്നത്, സത്യാന്വേഷകന്മാർ ചെയ്യുന്നത്. അപ്പോൾ ജ്ഞാനം ആരുടേതുമല്ലാത്തതുകൊണ്ട് അത് ആർക്കും എവിടെ നിന്നും സ്വീകരിക്കാമെന്ന ഉദാരമായ നിലപാടാണ്. ഈ ഒരേ ശ്ലോകങ്ങൾ മഹാഭാരതത്തിലെ പല ശ്ലോകങ്ങളും നമുക്ക് മറ്റു പുരാണങ്ങളിലൊക്കെ കാണാം. ഭാഗവതത്തിലുണ്ട്, അതുപോലെ മനുസ്മൃതിയിലുണ്ട്, കാമന്തിക സ്മൃതിയിലുണ്ട്, യാജ്ഞവൽക്യ സ്മൃതിയിലുണ്ട്. എല്ലാ സ്മൃതികളിലും മഹാഭാരതത്തിൽ നിന്ന് ശ്ലോകങ്ങൾ അതേപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ ചതുരാശ്രമങ്ങളിൽ ഒന്നായിട്ടുള്ള വാനപ്രസ്ഥം അതൊരു താൽക്കാലിക അവസ്ഥയാണോ? അതോ ഈ പാണ്ഡു ഇപ്പം അല്പകാലത്തേക്ക് വനവാസത്തിന് പോയി അത് കഴിഞ്ഞ് തിരിച്ച് രാജ്യത്തിലേക്ക് മടങ്ങിയാണ്, അത് വാനപ്രസ്ഥമല്ല? അല്ല, അത് കാട്ടിൽ പോയി താമസിക്കുന്നു. അത് ചില വ്യക്തികൾക്ക് വൃക്ഷങ്ങൾ കണ്ടിട്ട് തന്നെ അന്തിച്ച് നിൽക്കുന്ന അത്രയും ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും വൃക്ഷത്തിലേക്ക്. ഇപ്പോൾ വേനൽക്കാലത്ത് വാഗ പൂത്ത ഒരു കാശിനും കൊള്ളില്ലാത്തൊരു മരമാണ്. അതിൻ്റെ തടിയും കൊള്ളില്ല, അതിൻ്റെ പൂവും കൊള്ളില്ല, ഒന്നിനും എടുക്കുകയുമില്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് ഉണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത് പൂത്ത് നിൽക്കുന്നത് കണ്ടാൽ നമുക്കത് ഈ അഭിമന്യു ചക്രവ്യൂഹത്തിൽപ്പെട്ട്, പത്മവ്യൂഹം എന്നാണ് പൊതുവെ പറയുന്നത്, എന്താ അങ്ങനെ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. പത്മവ്യൂഹം എന്ന് പറയുന്നത് പത്മവ്യൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് ചക്രവ്യൂഹം. ഈ ചക്രവ്യൂഹത്തിലാണ് അദ്ദേഹം അകപ്പെട്ടത്.
അപ്പോൾ എല്ലാവരും കൂടി വളഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കുന്ന സമയത്ത് അദ്ദേഹം പൂത്ത മുരിക്ക് പോലെ, ഈ മുള്ളുള്ള മുരിക്കുണ്ടല്ലോ നമ്മുടെ വേലിപ്പത്തലായിട്ട് ഉപയോഗിക്കുന്ന ആ മുരിക്ക് പൂത്ത് നിൽക്കുമ്പോൾ അതിന് അടിമുടി അങ്ങ് പൂക്കും. ഈ വാകയേക്കാൾ നന്നായിട്ട് ചോര പൂക്കൾ കൊണ്ട് ശരീരമാസകലം രോമാഞ്ചമുണ്ടായതുപോലെ അലങ്കൃതമാകുന്ന ഒരു മരമാണ് ഈ മുരിക്ക്. അപ്പോൾ പൂത്ത മുരിക്ക് പോലെ ശരീരത്തിൽ നിന്ന് മുഴുവനും രക്തമൊഴുകിയിട്ട് പൂത്ത മുരിക്ക് പോലെ, ഇങ്ങനെ പൂത്ത മുരിക്ക് പോലെ നിൽക്കുന്ന വാഗമരം എന്തൊരു ഭംഗിയായിരിക്കും. ആളുകൾ നോക്കി അങ്ങനെ തന്നെ നിന്നു പോകും. അപ്പോൾ ഇത് കാണുന്നതിലുള്ള കൗതുകം, പർവ്വതം കാണുന്നതിലുള്ള, മലകൾ കാണുന്നതിലുള്ള കൗതുകം, മൃഗങ്ങളെ കൂട്ടമായിട്ട് കാണുന്നതിലുള്ള കൗതുകം, ഇതൊക്കെ ആസ്വദിക്കാനാണ്. അപ്പോൾ പാണ്ഡു ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ പാണ്ഡു ചിങ്ങലഗ്നക്കാരനായിരുന്നു പറയേണ്ടി വരും. ചിങ്ങലഗ്നക്കാർക്കാണ് ഈ കാനനഭംഗികൾ കാണുന്നതിലും ഗിരിപ്രദേശങ്ങളിലും ഒക്കെ സഞ്ചരിക്കുന്നതിനും കൂടുതൽ ആവേശവും ആസക്തിയുമുള്ളത്. ചിങ്ങലഗ്നത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരാഹം വരുന്നത് പറയും.